നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണത് കുംഭമാസത്തിലെ ശിവരാത്രിയാണ് വരുന്നത്. ആ ശിവരാത്രി നോൽക്കുന്നതിനെ കുറിച്ചും അതുമാതിരി തന്നെ ശിവരാത്രി എന്നാണെന്നാണ് പറയാൻ പോണത്. ഇപ്പോൾ ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി 15-ാം തീയതി ഈ വരുന്ന ഞായറാഴ്ചയാണ് കുംഭമാസത്തിലാണ് ശിവരാത്രി വരാറുള്ളത്. അപ്പോൾ ശിവരാത്രി കണക്കാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോണത് ഈ ശിവരാത്രി നോൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയില്ലെങ്കിലും എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇന്ന് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ശിവരാത്രി നോൽക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ, ശിവരാത്രി ഞായറാഴ്ച ഫെബ്രുവരി 15-ാം തീയതിയാണ്, അതിൻ്റെ തലേ ദിവസം തന്നെ ഒരിക്കലൂണ് തുടങ്ങണം. ഒരു നേരം അരിയാഹാരം കഴിക്കുക, അതുമാതിരി തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക തലേ ദിവസം തന്നെ. പിറ്റേ ദിവസം ഉപവാസം എടുക്കുന്നവരാണെങ്കിൽ ഉമിനീര് ഇറക്കാതെ തന്നെ ഉപവാസം എടുക്കണം. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നവരോ അസുഖമുള്ളവരോ അതുമാതിരി കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പാല്, പഴം, തീർത്ഥം, ഇളനീര് ഇതൊക്കെ കുടിച്ചിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം എടുക്കാം കേട്ടോ. ഈ ശിവരാത്രി നോൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ശിവരാത്രി ദിവസം അതികാലത്ത് തന്നെ എണീക്കുക, കുളിക്കുക. കഴിയുമെങ്കിൽ കുളത്തിലോ പുഴയിലൊക്കെ പോയി കുളിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ കുളിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുളിച്ചാൽ മതി. കുളിച്ച് ഈറിനൊടുത്ത് അടുത്തുള്ള അമ്പലമൊക്കെ ആണെങ്കിൽ ഈറിനൊടുത്ത് പോവുകയാണ് നല്ലത്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നല്ല വസ്ത്രം അല്ലെങ്കിൽ അലക്കിയതോ അല്ലെങ്കിൽ പുതിയതോ. അതെന്ന് വെച്ചാൽ ശിവഭഗവാന് ഏറ്റവും വേണ്ടത് ശുദ്ധമാണ്. ശുദ്ധം എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈറത്തോടു കൂടി ഭഗവാനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടിട്ടില്ലേ, ശിവന് മാത്രം എപ്പോഴും ധാര നടന്നുകൊണ്ടിരിക്കും. ധാര എന്ന് പറയുന്നത് കുളിക്കുക. അപ്പോൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം കുളിച്ച് ശുദ്ധത്തോട് കൂടി പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതുമാതിരി തന്നെ കൂവളമാല ചാർത്തുക, ഇളനീര് അഭിഷേകം കൊടുക്കുക, അതുമാതിരി തന്നെ ധാര വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിവരാത്രി ദിവസം വളരെ നല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാതെ ചെയ്യുന്നുണ്ടാവില്ലേ, പാപങ്ങളായാലും തെറ്റുകളായാലും അതൊക്കെ നമുക്ക് മാറിക്കിട്ടാൻ ഈ ഇളനീര് കൊണ്ട് അഭിഷേകം, അതുമാതിരി ധാര കഴിക്കുക, കൂളകമാല, കൂളകത്തിൻ്റെ ഇല പൂജയ്ക്കായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സകലവിധ പാപങ്ങളും തീരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാം. അതുമാതിരി തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ശിവരാത്രി ആയാലും ഏകാദശി ആയാലും എന്തൊരു വ്രതമായാലും നമ്മൾ വയസ്സായവർ മാത്രം എടുക്കാതെ ഇപ്പോൾ ഒരു 10 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു വ്രതമുണ്ട് അല്ലെങ്കിൽ ഒരു നോൽമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ സ്കൂളിൽ ഈ ആഴ്ച സ്കൂളില്ല, സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിനെപ്പറ്റി അവർക്ക് വീട്ടിലുള്ള മൂത്തവരോ അല്ലെങ്കിൽ അമ്മയോ മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് നല്ലത്. അവരൊരിക്കലും ഒരു വ്രതമായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഭക്ഷണം കഴിക്കാതെയുള്ള ഉപവാസമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടെ ഒരു എന്താ പറയുക, മത്സ്യമാംസങ്ങളൊന്നും കൊടുക്കാതെ അന്നത്തെ ദിവസം ഒരു നേരമെങ്കിലും ആഹാരം കൊടുത്ത് കുട്ടികൾക്ക് ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ല, നമുക്ക് കഴിയുന്നവർക്ക് ഉപവാസം എടുക്കാം, ഇല്ലാത്തവരെ മരുന്നോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഈ പ്രമേഹ രോഗം ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ ഉപവാസമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കാവുന്ന പഴങ്ങളോ പാലോ അല്ലെങ്കിൽ അവിടുന്ന് അഭിഷേകം കഴിഞ്ഞുള്ള ആ ഇളനീരോ ഒക്കെ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പകലൊക്കെ ഉപവാസം എടുത്തോ അല്ലെങ്കിൽ വ്രതം എടുത്താൽ കൂടെ നമ്മൾ ശിവഭഗവാനെ കാണേണ്ട സമയം രാത്രിയാണ്. രാത്രിയാണ് ശിവന് പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്നത്. അത് 4 യാമങ്ങളായിട്ടാണ് അവിടെ പൂജ നടക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും 4 യാമങ്ങൾ ചെയ്യുന്നത് ഭഗവാന് ആ അഭിഷേകങ്ങളും കാര്യം ചെയ്യുന്ന 4 തരം ദ്രവ്യങ്ങൾ കൊണ്ട് കാണുക. അതുമാതിരി ദേവന്മാരാണത്ര ആ സമയത്ത് ശിവഭഗവാനെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും അതേമാതിരി അഭിഷേകങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാത്രിയാണ് കൂടുതലായിട്ട് ശിവഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. അതുമാതിരി തന്നെ ആ രാത്രി ഉറക്കമൊഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ആ ക്ഷേത്രത്തിലിരുന്ന് ഉറക്കൊഴിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം ആ 1 കിലോ വ്രതമോ അല്ലെങ്കിൽ ഉപവാസം എടുത്താൽ അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുമെന്നാണ് പറയുക. എന്ത് വ്രതം എടുക്കുകയാണെങ്കിലും ഒരു ഉപവാസം എടുക്കുകയാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ദേഷ്യം. ഒരിക്കലും നമ്മൾ വ്രതങ്ങളോ, സാധാരണ എപ്പോഴും നമുക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഈ വ്രതങ്ങളോ നോൽമ്പോ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ദേഷ്യം. അതുമാതിരി തന്നെ രണ്ടാമത് ഉപേക്ഷിക്കേണ്ടത് അസൂയ. ഇനി ഒരാൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് അസൂയപ്പെടാതിരിക്കുക. അസൂയ
ദേഷ്യത്തേക്കാൾ കൂടുതൽ പാപകരമായ ഒരു കാര്യമാണ് അസൂയ. അസൂയ കൊണ്ടാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളായാലും നമ്മുടെ അയൽപ്പക്കങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലായാലും വഴക്കുകളും വ്യാപാരിയും ഒക്കെ നടക്കുന്നത് അസൂയ കാരണം കൊണ്ടാണ്. അപ്പോൾ ദേഷ്യം അസൂയയും നമുക്കില്ലാതിരിക്കുക. അതുമാതിരി തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. ഈ വ്രതമെല്ലാം എടുത്തു കഴിഞ്ഞാൽ സ്നേഹിക്കുന്നതോടുകൂടി അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. ആർക്കെങ്കിലും ഈ വ്രതം അല്ലെങ്കിൽ ഉപവാസം എടുക്കുന്ന ദിവസം, ശിവരാത്രി ദിവസം ഒരു ആഹാരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രത്തിനോ നിങ്ങളാൽ കഴിയുന്ന ധർമ്മം ചെയ്യുക. ദാനധർമ്മങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊരു വ്രതത്തിനും, പ്രത്യേകിച്ച് ശിവരാത്രിക്ക്. കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആഹാരങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക. നിങ്ങൾ ഉപവാസം വ്രതമൊന്നും എടുത്തില്ലെങ്കിൽ കൂടെ ഇതൊക്കെ കഴിക്കാതിരിക്കുക. എണ്ണ പലഹാരം, അതുമാതിരി മത്സ്യമാംസാദികൾ നിർബന്ധമുള്ള ആൾക്കാർ അന്നത്തെ ദിവസം ഒഴിവാക്കണം എന്തായാലും. അതുമാതിരി തന്നെ പപ്പായ, ഈ ധർമ്മത്തുങ്കായ എന്ന പോലെ പപ്പായ അന്നത്തെ ദിവസം കഴിക്കാതിരിക്കുക. ചീരവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുക. അതുമാതിരി തന്നെ പൈനാപ്പിൾ, കൈതച്ചക്ക എന്നൊക്കെ പറയില്ലേ, ആ പൈനാപ്പിൾ കഴിക്കാതിരിക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിയുന്നതും ഈ ഉപവാസം എടുത്തില്ലെങ്കിലും വ്രതം എടുത്തില്ലെങ്കിലും കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ചില പച്ചക്കറികളുണ്ട്, നിങ്ങൾ അന്നത്തെ ദിവസം ഊണ് കഴിക്കുന്നവരാണെങ്കിലും കോളിഫ്ലവർ, അതുമാതിരി ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അന്നത്തെ ദിവസം കഴിക്കാതിരുന്നാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ശിവരാത്രി നോറ്റു, ഞങ്ങൾക്ക് എല്ലാ അമ്പലത്തിലും പോകാൻ, വലിയ വലിയ അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടാവണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം വേണ്ട. വീട്ടിലാണെങ്കിൽ ശിവൻ്റെ ഒരു പടമോ അല്ലെങ്കിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ അതിൽ ഭഗവാനെ ഒരു കൂവളമാല കിട്ടി അല്ലെങ്കിൽ ഒരു കൂവളത്തിൻ്റെ ഇല കിട്ടിച്ചാൽ നേദിക്കാം. ഒരു പാലോ ഒരു ഇളനീരോ വെച്ച് നേദിക്കാം. കഴിയുന്നതും വലിയ വലിയ ശിവക്ഷേത്രത്തിൽ ദർശിക്കാൻ പറ്റിയില്ലെങ്കിലും കൂടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് വേണ്ട വഴിപാടൊക്കെ ചെയ്യാം. ഇപ്പം 365 ദിവസം അമ്പലത്തിൽ പോവാത്തവരായിരിക്കാം. പക്ഷേ ഈ ഒരു ശിവരാത്രി ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ പാപം തീർന്ന് എല്ലാവിധ പുണ്യങ്ങളും കിട്ടുന്നതാണ് പറയുക. നമുക്ക് ഒരു 7 തലമുറയ്ക്കും പുണ്യം കിട്ടണമെന്ന് വെച്ചാൽ ഒരു ശിവരാത്രി നോൽക്കണം എന്നാണ് പറയുക. അപ്പോൾ അതുമാതിരി 7 ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളും തീരാൻ ശിവരാത്രി നോൽക്കണം എന്നാണ് പറയുക. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.